അതെന്നാ ജോണിക്കുട്ടി? കിളിയോ? ഭയങ്കര വമ്പൻ ഡേ ആട്ടോ ഇന്ന്. ജെയിൻ, അതായത് എൻ്റെ ബ്രദർ, അവർ വാസയിലായിരുന്നു. അവരിപ്പോൾ ഇവിടുന്ന് മൂവ് ചെയ്യാൻ പോവാണ്. അപ്പം മൂവ് ചെയ്യുമ്പം അവർക്ക് പെറ്റ്സിനെ അവിടെ പറ്റത്തില്ല. അന്നേരപ്പം അവരുടെ വീട്ടിലുള്ള പെറ്റ്സിനെ നമ്മൾ വിൽക്കാനായിട്ട് നോക്കി. പക്ഷേ പറ്റിയ അതിനെ കൊണ്ടുപോകാൻ പറ്റിയ ആൾക്കാർ ഉണ്ടായില്ല. കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മനസ്സ് വരുന്നില്ല. കാരണം നമുക്ക് സമയക്കുറവുണ്ട്. മെയിനായിട്ട് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ടേക്ക് കെയർ, ഇപ്പൊ ജീവനുള്ള എന്ത് പെറ്റ്സിനെ കൂട്ടിയാലും നമ്മൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണല്ലോ. ഈവൻ ചെടികൾക്ക് വരെ വെള്ളം ഒഴിക്കാൻ നമ്മൾ ആളെ കണ്ടുപിടിക്കണം, നമ്മൾ വലിയ ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ. അപ്പൊ അതൊരു വലിയൊരു തടസ്സമാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ വേറെ ആരെങ്കിലും ഫുൾ ടൈം അവൈലബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ കിട്ടുവാണെങ്കിൽ കൊണ്ടുപോകട്ടെ എന്ന് ഓർത്തുകൊണ്ട് അവൻ സൈറ്റിലിട്ടായിരുന്നു. പക്ഷെ വിചാരിച്ച പോലെ അങ്ങനെ ആരും പെട്ടെന്ന് വന്നില്ല. അപ്പൊ പിന്നെ വിചാരിച്ചു നമ്മള് ഇവിടെ തന്നെ നോക്കാം, എന്നിട്ട് എന്തെങ്കിലും എമർജൻസി വരുമ്പോ ആരുടെയും ഹെൽപ്പ് ചോദിക്കാം എന്ന് ഓർത്തോണ്ടിരിക്കുക. അക്വേറിയവും കിളിക്കൂടുമാണ് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നേക്കുന്നത്. അറിയത്തില്ല, നിങ്ങൾ സംസാരിച്ചു നോക്ക്. പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് അതിന്റെ ഒരു ഇതുണ്ടാവും. ചാടുന്നുണ്ട്, നല്ല രസമുണ്ട്. ഇത് ലവ് ബേർഡ്സ്. കോക്കോയോ? ഇത് ഓൾറെഡി അവർക്ക് പേരുണ്ടാവും. മാളു ജയനങ്ങളോട് ചോദിക്കുക അതിന് എന്ത് പേരിലാ വിളിക്കുന്നതെന്ന്. കിളികൾക്ക് പേരുണ്ടോടാ? എന്നാന്നൊക്കെയാ? രാധയും കുഞ്ഞമ്മണിയും പിന്നെ ആരാ? അതൊക്കെയാണ് ജെയിൻ ഉണ്ടാക്കണ പേരുകള്. അപ്പൊ പിള്ളേർക്ക് ആ പേര് വേണ്ട. പിള്ളേർ അതുകൊണ്ട് ഒന്നിനോ കോക്കോ എന്ന് വിളിക്കും. ആണോ? അത് നിങ്ങൾ ഇട്ട പിള്ളേർ പേരിട്ടോ? പിള്ളേർ ഇപ്പഴന്നെ പേരിടാണ്. അക്വേറിയം എത്തി. എന്തോ അതാണ് ഞാൻ ഓർത്തത്. സെയിം ആണോ അതിന്റെ ആ ലെങ്ത്? മറ്റേ അതിന്റെ അവിടെ ഞാൻ വിചാരിച്ചത് ഈ വിൻഡോയുടെ സൈഡിൽ വെക്കാമായിരുന്നു, ഇതിന്റെ ഫ്രണ്ടിലോട്ട്. ഇത് പായല് കൂടുതൽ വരും അല്ലേ? 200 ലിറ്റർ വെള്ളം കൊള്ളുന്ന പക്ഷെ ഇതില് മറ്റേ മാഗ്നറ്റിന്റെ ഒരു സാധനം വെച്ചിട്ടില്ലേ ചില്ല് ക്ലീൻ ചെയ്ത? ഒരു കോക്കോയും ഒരു അലക്സും. പിന്നെയോ അല്ല, അവിടെ വെക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പായല് പെട്ടെന്ന് വരും എന്നല്ല പറഞ്ഞ? ആണോ? ഞങ്ങള് സ്വന്തം പോലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അയാള് ഓൾഡസ്റ്റ് ഗേൾ എന്റെ ആണ് പോലെ. മകന് സ്വന്തമാക്കണ്ട മക്കളെ. അല്ല, അതെന്നാന്ന് പറയട്ടെ, നമ്മള് 3 പേര് അങ്ങനെ ഓരോന്നിനും സ്വന്തമാക്കരുത്. നമുക്ക് വിഷമം വരും. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരും. കെയർ ചെയ്ത് ടൂ മച്ച് നിങ്ങൾക്ക് ഭയങ്കര വിഷമാവും. 3 പേരെ ഒരുപോലെ നിങ്ങൾ ചെയ്യണം. 3 പേരെ ഒരുപോലെ നിങ്ങൾ കെയർ ചെയ്യണം. എനിക്ക് കണ്ടപ്പോഴേക്കും എനിക്ക് അയാളോട് ഒരു കണക്ഷൻ. അത് അങ്ങനെ നമുക്ക് ഇങ്ങനെ പെറ്റ്സിനെ അനുസരിച്ച് നമ്മൾ അങ്ങനെ ഓവറായിട്ട് കണക്ട് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ അവരെ കെയർ ചെയ്യുക, സ്നേഹിക്കുക. എക്സൈറ്റഡ് ആണ്. പക്ഷെ അങ്ങനെ നമ്മൾ അങ്ങനെ അത് നമുക്ക് പിന്നെ ഫ്യൂച്ചറിൽ പറയണത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പൊ. അത് ജോണിക്കുട്ടിന്റെ, അത് ചക്കിന്റെ. എന്റെ പേര് കോക്കോ, ചക്കിന്റെ പേര് ചോക്കോ. ഇവന്റെ പേര് പക്ഷെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ മറ്റേ കോക്കോനെ കണ്ടിട്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. മാളൂര് ഒത്തിരി അതിന് അതിനോട് അങ്ങനെ ഇരിക്കണ ചെയ്യുന്ന മറ്റേ നനഞ്ഞ കോഴിയെ പോലെ ഇരിപ്പുണ്ടത്. ഉടനെ തീരുമാനമാകുന്ന പോലെ. അതാ പറഞ്ഞ. അല്ല വയസ്സ് തോന്നുന്നു. പക്ഷെ എന്നിരുന്നാലും അത് ഭയങ്കരമായിട്ടുണ്ടോ? അല്ല, അതുകൊണ്ട് മാളൂര് ഒത്തിരി ലോങ് ടൈമിലോട്ട് മാള് പ്രതീക്ഷിക്കരുത്. അതിന് പെറ്റ്സ് അല്ലെങ്കിൽ കിട്ടുമ്പോ ഇതൊരു 7 to 10 years നിൽക്കും.
അല്ല അത് നിക്കൂടാ, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മനസ്സിലായോ? എത്ര വയസ്സാ? ഹലോ, ഹൗ ഓൾഡ് ആർ യു? ഓ 1.5 വയസ്സായുള്ളത്. എനിക്ക് ഇപ്പോഴും വേണമെന്ന് ഒരു പെറ്റ്, എനിക്ക് ഒരു കണക്ഷൻ ഉള്ള ടൈപ്പ്. ഇത് കണ്ടോ, ഈ ബ്രൗൺ ഇപ്പൊ എല്ലായിടത്തും പോണേ. അത് ചക്കി. എന്റെ കയ്യിൽ കുഞ്ഞുവാവ ഇരിക്കണോണ്ടാണ് ഞാൻ എഴുന്നേറ്റ് ചെല്ലാത്തത്. അല്ലെങ്കിൽ ഞാനിപ്പോ ചടിച്ചെന്ന് ഓരോന്നോരോന്ന് സെറ്റാക്കാൻ കൂടിയനെ. അതായത് നമ്മൾ അവരുടെ പേര് അവരോട് പറഞ്ഞ് നമ്മുടെ ഇവിടെ വരും. പക്ഷെ എനിക്ക് നഖോ പീടി, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മാനിക്യൂർ ചെയ്ത് കൊടുക്കാം. 2 മാസം കഴിയുമ്പോ തീറ്റയെങ്കിലും കൊടുക്കണേ. ഈ എക്സൈറ്റ്മെന്റ് കഴിയുമ്പോ പട്ടിണിട്ട് കൊല്ലരുതല്ലേ അച്ചടാ. ഇപ്പോഴാ അതുങ്ങൾക്ക് ഫുഡ് കൊടുക്കണം. എടാ നമ്മൾ ഈ മീൻ പിടിക്കണ പുഴുവില്ല എടാ, മറ്റേ ഈ മണ്ണിര, അതിനെ മേടിച്ചതിന്റെ അകത്തിട്ട് അങ്ങനെ ഇരിക്കും. അയ്യോ നിങ്ങൾക്ക് ഇഷ്ടമാണ്. കാര്യം നമ്മള് മുട്ട പുഴുങ്ങി കൊടുക്കുന്നത് മറ്റേ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയാ. അപ്പൊ ഈ മണ്ണിര കൊടുക്കണമെങ്കിൽ ചുമടി ഇതാകുമ്പോ നമ്മളെന്നാ വെച്ചാൽ നമ്മൾ പെറ്റ്സിനെ ഇങ്ങനെ മീനിനെ ഉണ്ടായിട്ടുണ്ട്, അതും ഗപ്പീനെ മാത്രമേ നമ്മൾ വളർത്തിയിട്ടുള്ളൂ. അതാകുമ്പോൾ വലിയ മെയിൻ്റെനൻസ് ഒന്നും വേണ്ടല്ലോ. ആക്ച്വലി നീ മറ്റേ ഈ കുഞ്ഞ് അക്വേറിയം പഠിച്ചിട്ട് ഞങ്ങൾക്ക് തന്നില്ലേ, അന്ന് തുടങ്ങിയ ക്രൈസ് അല്ലേ സത്യം. മറ്റേ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും കുഞ്ഞ് അക്വേറിയം കിട്ടിയപ്പോഴേക്കും കൊള്ളാലോ, കുറച്ചുകൂടെ വലുത്. വലിയ അക്വേറിയം വാങ്ങി എന്നിട്ടാണ് അവൻ പോയിട്ട് വലുത് മേടിച്ചത്. ലാസ്റ്റ് അവസാനം എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് കൊടുത്തത്. എല്ലാം കൂടെ ഇവിടെ ജോൺകുട്ടിയുടെ ഡ്രസ്സായിട്ട് മാച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ജീവൻ വീട്ടിലുള്ള കിട്ടിയേക്കുന്ന കിളികളെയാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് പിക്ചർ കിട്ടുമ്പോഴാണല്ലോ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്കിനി കിളികളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം. അവർക്ക് പറ്റിയ ഫുഡ്, അവർക്ക് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി അന്വേഷിക്കാൻ വേണ്ടി ഇരിക്കുന്നു. ഫിൻലൻഡില് പെറ്റ്സ് മേടിച്ച് അത് രജിസ്റ്റർ ചെയ്യേണ്ടാത്തത് ഇങ്ങനെയുള്ളത് മാത്രമല്ലേ ഉള്ളൂ. പട്ടിയും പൂച്ചയൊക്കെ രജിസ്റ്റർ ചെയ്യണ്ടേ? അതായത് ഇപ്പൊ കോഴിയൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് 3-4-5 ദിവസം ജസ്റ്റ് ഇത് സൈറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. കൂടുതൽ പോസിറ്റീവ് ഫീൽ വന്നു പെറ്റ്സിനെ കിട്ടിയപ്പോ. ആണോ? പെറ്റ്സ് മിസ്സിംഗ് ആയിരുന്നെന്നാ പറഞ്ഞേ. പെറ്റ്സിനെ ചോദിച്ചിരുന്നു. പാവം കുഞ്ഞുവാവ വന്നു കഴിഞ്ഞപ്പോ പിന്നെ എല്ലാരും കുഞ്ഞുവാവയുടെ പുറകിലായിരുന്നു. അവസാനം ഇപ്പൊ വേണ്ട പെറ്റ്സും വന്നു. ഓക്കെ, പറഞ്ഞതേ ഉള്ളു. ഇപ്പൊ സ്കൂപ്പ് ചെയ്യാൻ പോവല്ലേ? ആണോ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ സജഷൻസ് തരാം കേട്ടോ. കാരണം ആരുടെയിലൊക്കെ വീട്ടിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കിളികളോ അക്വേറിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മൾക്കത് സെറ്റപ്പ് ആയിരിക്കും. എന്തോ അതായത് നമ്മുടെ നാട്ടിലേക്ക് ആണെങ്കിൽ ഇൻ കേസ് ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാല് നമുക്ക് ആ വെള്ളം തുടച്ചു കഴിഞ്ഞാൽ മതിയോ. ഇൻ കേസ് നമ്മളില്ലാത്ത സമയത്ത് കാര്യമാണെങ്കിൽ ഇത് 200 ലിറ്റർ വെള്ളമാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ന് ചോദിക്കേ, അങ്ങനെയല്ല സംഭവിക്കുവോ? സംഭവിക്കാൻ പാടില്ലാഴിയൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള സാധനമൊക്കെ ഗ്ലാസ്സിൽ ഇടിച്ചാലേ. കാരണം ഈ ഫ്ലോറിനകത്തേക്ക് ഷോർട്ട് സെക്കൻഡിനുള്ളിൽ മൊത്തം ഉള്ളിലേക്ക് വലിക്കില്ല. പക്ഷെ അതിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് അക്വേറിയത്തിന്റെ ചില്ലുകള് ഭയങ്കര ഡിഫറെന്റ് ആണ്. ചിലത് നല്ല ബലം ഉള്ളതുണ്ട്, ചിലത് ഷോയ്ക്ക് വേണ്ടി മാത്രം ഉള്ളതുണ്ട്. ഈ അക്വേറിയം എന്തോ സ്പെഷ്യൽ ആണെന്നാവും പറഞ്ഞത് അല്ലേടാ? ഈ അക്വേറിയത്തിന്റെ ഗ്ലാസ്സിന് എന്തോ പ്രത്യേകതയില്ലേ? മടക്ക് വന്നേക്കുന്നത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പൊ അത് പെട്ടെന്ന് പൊട്ടില്ല അല്ലെ? ആ, ഇത് ശരിക്കും പറഞ്ഞാൽ കൈമാറി വന്ന അക്വേറിയാണ്. കൊല്ലാനാണോ വളർത്താനാണോ കൊണ്ടുവന്നേക്കുന്നത് അല്ലെ? വിഷമമുണ്ടോടാ? വിഷമമുണ്ടോ? വിഷമല്ല, പക്ഷെ നന്നായിട്ട് നോക്കിയത് അതല്ലേ. നമ്മള് പക്ഷെ ഞാൻ പറയാൻ വരുമായിരുന്നു, അതായത് അവധിയില്ല, അപ്പൊ അതുകൊണ്ട് നിനക്ക് കുറച്ചും കൂടി കുഴപ്പമില്ല. അപ്പൊ ഞാനിപ്പോ ഈ മൂവിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിരക്കായതുകൊണ്ട് എനിക്ക് നിങ്ങളെ ശരിക്കും നോക്കാൻ പറ്റുന്നില്ല. കുറച്ചു നാളത്തേക്കൊന്നും കുഴപ്പമില്ല. നമ്മള് 4 മണിക്കൂർ ഡ്രൈവ് ഓടുന്നു. 4 മണിക്കൂർ ദൂരമുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പൊ നമ്മള് വാസാന്ന് പറയുന്നത് ചെറിയൊരു സ്ഥലമാണ്. അപ്പൊ അവിടുന്ന് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഒരു പെർമനന്റ് ജോലി കിട്ടി. അപ്പൊ ഹസ്ബൻഡും വൈഫും കൂടെ കൂടിയിട്ട് കുഞ്ഞാരെയും കൂട്ടി ഇവിടുന്ന് പോവുകയാണ്. അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്നോണം. അയ്യോ തുറന്നു വിടല്ലേടാ, ഇപ്പൊ തുറക്കല്ലേടാ, ജയിനെ തുറക്കല്ലേടാ, എനിക്ക് പേടിയാടാ. തുറന്നു കഴിഞ്ഞാലേ വലിയോടത്ത് പിടിച്ചു കൊല്ലാൻ പറ്റിയാലോടാ. അയ്യോടാ വേണ്ടടാ.
നിങ്ങൾ തീറ്റ എടുത്തില്ലായിരുന്നല്ലേ? അത് അടച്ചിട്ടേ അടച്ചിട്ട് അതുങ്ങൾ പാനിക്ക് പറന്നു പോയാലോ? ഇല്ല അങ്ങനെ ചെയ്യത്തില്ല. പേടിച്ചോ? അല്ല വെള്ളം മൊത്തം വെത്തി വെള്ളം ആരെയും പുറത്തിറക്കിയത് ആരെയാ? മഞ്ഞേനെ പുറത്തിറക്കിയപ്പോ മഞ്ഞ അവിടെ ഇങ്ങോട്ട് അപ്പിട്ടെന്ന്. അതോടെ അതിന്റെ ക്യൂട്ട്നെസ് ഒക്കെ പോയി. പിള്ളേരെല്ലാവരും ഓടി. ആണോ? ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലോർ ലാമിനേറ്റഡ് ഫ്ലോർ ആണ്. അപ്പൊ അവിടെയാണെങ്കിൽ മറ്റേ അതിന്റെ അക്വേറിയത്തിലെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ട് വെച്ചായിരുന്നു. അപ്പൊ അതിന്റെ അകത്തുനിന്ന് ഇങ്ങനെ താഴെ കൂടെ കുറച്ച് വെള്ളം ഇറങ്ങിയായിരുന്നു. അങ്ങനെ വെള്ളം ഇറങ്ങുമ്പോൾ നമ്മുടെ ഫ്ലോർ കേടായി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടൈലിന്റെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. അപ്പൊ അതാണ് അക്വേറിയത്തിന്റെ ഒരു റിസ്ക്. ഇൻ കേസ് ആക്സിഡന്റലി ഞാൻ ആദ്യം പറഞ്ഞതാണ് ഈ സംഭവം പൊട്ടുവെല്ലാം ചെയ്ത് ഞാൻ വെള്ളം വീണ് കഴിഞ്ഞാൽ ഫ്ലോർ മുഴുവൻ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം വുഡൻ ഫ്ലോർ ലാമിനേറ്റഡ് ഫ്ലോർ എന്നൊക്കെ പറയുമ്പോൾ വെള്ളം പെട്ടെന്ന് തന്നെ നമ്മൾ തുടച്ച് കളയണം. ഇല്ലെങ്കിൽ ഫ്ലോറിൻ്റെ അകത്ത് ഈർപ്പം കയറി പൂപ്പൽ കയറി അസുഖങ്ങളൊക്കെ വരും. എഴുന്നേറ്റാ ഉറങ്ങുമായിരുന്നോ? ആണോ? ഗുഡ് ബൈ ഗുഡ് ബൈ. ഇവിടെ കുഞ്ഞ് ഫ്രണ്ട്സ് വന്നു. കുടുക്കാരി ഒഴിഞ്ഞ അമ്മച്ചി ഡ്രസ് എല്ലാം പോയോ? കുഞ്ഞി ഫ്രണ്ട് വന്നു. ഇവിടെ 2 ഫ്രണ്ടാണ് 3 ചോക്കോ കോക്കോ ബ്ലേസ്. എന്തൊരു ഫ്രണ്ട്സ് ബ്ലേസ് മാച്ച് ആവുന്നില്ല. കോക്കോ ചോക്കോ അന്തരം ബ്ലേസ് പോക്കോ കോക്കോ ചോക്കോ പോക്കോ ബ്ലേസ് മാറ്റി പോക്കോ എന്നല്ലോ. എന്നാ കോക്കോ കോക്കോ ചോക്കോ പോക്കോ കോക്കോ ചോക്കോ പോക്കോ പോക്കോ ചോക്കോ കോക്കോ എന്തെല്ലാം പേരുകളാണോ? നമ്മളെ ടുട്ടു. ഞാൻ കൂക്രൂനെ എനിക്ക് ഓർമ്മ. നമുക്കൊരു പട്ടി ഉണ്ടായിരുന്നു കൂക്രു. അതിനെയാണെങ്കിൽ നീ ഓർക്കുന്നുണ്ടോ മിഷലീഗിന്റെ മറ്റേ കൂപ്പൺ വിറ്റത്? നമ്മുടെ വീട്ടിൽ 5 പേര്, പപ്പ മമ്മി ഞാന് ജെയിന് ഡൈനി, 5 പേരുടെ പേരിൽ കൂപ്പൺ എടുത്തിട്ട് പിന്നെ ബാക്കി കൂപ്പൺ ഉണ്ട് 5 നമുക്കിങ്ങനെ ബോണസ് ആയിട്ട് എഴുതിയെടുക്കാമല്ലോ. പിന്നെ വീട്ടിലുള്ള ജീവനുള്ള ഒരു അംഗം എന്ന് പറയുന്നത് നമ്മുടെ കൂക്രു ആയിരുന്നു. എന്നിട്ട് കൂക്രുവിന്റെ പേര് എഴുതി വെച്ചാൽ അതൊന്നും നീ ഓർക്കണ്ടോ? കൂക്രു പൗലോസ്. എന്നിട്ട് അതിന് പ്രൈസ് അടിച്ചത് ആർക്കാന്ന് പറയട്ടെ? ഞങ്ങളുടെ പട്ടിക്കായിരുന്നു. കൂക്രു പൗലോസിന് പ്രൈസ് അടിച്ചത് വിളിച്ചു പറയുന്നത് ഓർക്കണ്ടോ? പിള്ളേരെല്ലാം എന്നിട്ട് അനൗൺസ് ചെയ്യുവാണ് കൂക്രു പൗലോസ്. ഞാനാന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി. ചെന്ന് കഴിഞ്ഞപ്പം ഒരു ഗ്ലാസ് പ്രൈസ് അടിച്ചു നമ്മുടെ കുക്രൂന്. കൂക്രു പൗലോസ് പപ്പ. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അക്വേറിയം ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊണ്ടുവന്ന വെള്ളത്തോട് കൂടിയിട്ടുള്ള മീനിനെയാണ് ഇതിലോട്ട് ഇറക്കിയത്. ശരിക്കും ഒരു ഇത്ര മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോൾ വെള്ളം മുഴുവൻ സെറ്റിൽ ആവും. പക്ഷെ നമുക്ക് അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഓൾമോസ്റ്റ് സെയിം എക്കോസിസ്റ്റം അല്ല വെള്ളത്തിന് അതേ 50% സെയിം ഈ പറഞ്ഞ വെള്ളം യൂസ് ചെയ്തു. പുതിയതാണെങ്കിലും നമ്മൾ മറ്റേ ഇതിന്റെ അകത്ത് സാധനങ്ങളൊക്കെ ഒത്തിരി കഴിക്കാൻ കഴിഞ്ഞില്ല. മറ്റേ അല്ലെങ്കിൽ ബാക്ടീരിയ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ഇച്ചിരി കൂടി പരിചയമില്ലാത്ത സംഭവമാണല്ലോ. അപ്പൊ ഇപ്പൊ ഒരു ഇത് വരാനായിട്ട് 50% അവരുടെ സെയിം തന്നെ വെള്ളവും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് മാത്രം, വെള്ളം കുറച്ചുകൂടെ ക്ലിയർ ആവാൻ. പക്ഷെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പം ഇട്ടു. അതുകൊണ്ട് മീനിന് കേടൊന്നും വരത്തില്ല. കാഴ്ചക്ക് ഇച്ചിരി ഭംഗിയോറും ഉണ്ടാവുന്നു മാത്രം. ഇച്ചിരി കഴിയുമ്പോൾ സെറ്റ് ആവും. ഓർത്തൊക്കെ 2 കാറ്റ് ഫിഷ് വണ്ടീനകത്ത് അയാളെ തിന്നു. ഏത് സ്കൂബ? കാറ്റ് ഫിഷ് തിന്നത്തൊന്നുമില്ലടാ. അവന്റെ ഏറ്റവും വലിയ ഞാനുള്ള പട്ടിക്കിട്ട് കൊല്ലുമെന്നാ. ഇപ്പൊ അതിന് നല്ല ക്ലാരിറ്റി വന്നില്ലേ ഇത്രയും മണിക്കൂർ കഴിഞ്ഞപ്പോ? എല്ലാവരും 12 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നല്ല ക്ലിയർ ആയി. നല്ലതായിട്ട് വെള്ളമൊക്കെ സെറ്റിലായി. വീഡിയോയിൽ അത്രയും ക്ലാരിറ്റി ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇച്ചാനും കൂട്ടി ഞങ്ങൾക്ക് ഒരു വ്ളോഗിൽ കുറേ നാൾ കൂടിയിട്ടാ ഇച്ചാനെ ശരിക്കും കിട്ടുന്നത് അല്ലേ? ആ ഉരുളിയുടെ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ശരിക്കും ഒരു ഓൾമോസ്റ്റ് ഒരു 2-2.5 ആഴ്ചയായിട്ട് നമ്മൾ ഒരു വേറൊരു സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സംഭവം ഇച്ചാൻ്റെ പപ്പയ്ക്ക് വയ്യാണ്ടായിരുന്നു, ഒരു സ്ട്രോക്കൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ടെൻഷനും ബഹളവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ഹെൽത്തി ആയിട്ടുള്ള ആളായിരുന്നു. പെട്ടെന്നായിരുന്നു നമ്മൾ ഈ പ്രവാസികളൊക്കെ ആയിട്ടുള്ളവരെ സംബന്ധിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പം നമ്മൾ പല രീതിയിലുള്ള ടെൻഷനാണല്ലോ അനുഭവിക്കുന്നത്. അപ്പോൾ പള്ളിയിലെ കാര്യസ്ഥനായിട്ട് എല്ലാ കാര്യങ്ങളും ഓടിപ്പാഞ്ഞ് കടന്ന് നല്ല ഉഷാറായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ
നമുക്കുണ്ടായ ഒരു ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര പാടായിരുന്നു അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ കഴിഞ്ഞിടയ്ക്ക് പുള്ളിയുടെ ഫാദർ പെട്ടെന്ന് ഇങ്ങനെ ചെറിയ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിപ്പോവുകയും പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് എനിക്ക് നാളെ നിനക്ക്. അപ്പോൾ അന്ന് നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല. നമുക്ക് വരുമ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ ഫേസ് ചെയ്യുന്നതെന്നുള്ളത് ഭയങ്കര ഒരു പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹത്താൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് വേറെ ഏത് അസുഖമാണെങ്കിലും നമുക്ക് എന്തായാലും ചികിത്സയും. പക്ഷേ ഈ സ്ട്രോക്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഇത്ര മണിക്കൂറിനുള്ളിലാണെങ്കിൽ നമുക്ക് ബോഡിയിൽ വരുന്ന ഡാമേജ് റീഗെയിൻ ചെയ്യാൻ പറ്റും. ഇത്ര മണിക്കൂറിനുള്ളിൽ കറക്റ്റ് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയാൽ പ്രത്യേകിച്ച് നമ്മുടെ ഹൈ റേഞ്ചിലുള്ളവരുടെ ഏറ്റവും വലിയൊരു വിഷമം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ താഴേക്ക് വരണം. ഹൈ റേഞ്ചിൽ സ്ട്രോക്കിന് വേണ്ടിയിട്ട് സഡൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് പറ്റിയ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. പപ്പയ്ക്ക് ഉറക്കത്തിലായിരുന്നു സംഭവിച്ചത്. അറിഞ്ഞില്ല. അറിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ആശുപത്രി ചെന്നു. പക്ഷേ എത്തിയപ്പോഴേക്കും വൈകിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിരുന്നു അല്ലേ. അപ്പം ബോഡിയുടെ റൈറ്റ് പാർട്ട് വീക്കായിപ്പോയി. അത് ഇപ്പം ബെറ്ററായി വരുന്നുണ്ട്. പക്ഷെ സംസാരത്തിനുള്ളത് മാത്രം ആകുന്നില്ല. പിന്നെ നമുക്ക് 2 പെങ്ങന്മാർ നാട്ടിലായതുകൊണ്ട് പെമ്മക്കൾ നോക്കുന്നത് കൊണ്ട് അവർ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അതാണിപ്പോൾ നമ്മുടെ ഒരു ആശ്വാസം. പക്ഷേ നമ്മൾ ഓർക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. ഇപ്പം അവർ 2 റിൻസിയും സോജി ഉള്ളതുകൊണ്ട് മമ്മിയും ഉള്ളതുകൊണ്ട് അതൊരിത്. പക്ഷേ നാട്ടിൽ മക്കളില്ലാത്ത കാരണവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടല്ലോ അല്ലേ. തീർച്ചയായിട്ടും. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രവാസികളായിട്ടുള്ള നമ്മൾ പല രീതിയിലും കരുതിയിരിക്കണം. എല്ലാ രീതിയിലും, ഈവൻ സാമ്പത്തികമായിട്ടാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളെ മറികടക്കാൻ വേണ്ടി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുക്കുക. കുറേയധികം ചിലപ്പോൾ നമുക്കിതിലിപ്പോൾ ആവശ്യമില്ലാതെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷേ ആവശ്യമാണെന്നുള്ളത് നമ്മൾ ആ ഒരു സമയത്തായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് പ്രത്യേകിച്ച് നമ്മളാരെങ്കിലും വിദേശത്താന്നൊക്കെ അറിയുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് ദാക്ഷിണ്യൊന്നും ഉണ്ടാവത്തില്ല. നല്ല രീതിയിൽ പിന്നെ അറുത്ത് മേടിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം പുറത്തുള്ളവർ പ്രത്യേകിച്ച് പേരൻസ് നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ഓപ്ഷൻ നമ്മൾ കണ്ടെത്തുക. എപ്പോഴും അവർ നമ്മുടെ ഒരു ഇതിൽ വേണം. പിന്നെ കിളിക്കുട്ടന്മാരൊക്കെ എല്ലാ ദിവസവും എത്ര മണിക്കാണ് എണീക്കണേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരും പറയുന്ന കാര്യം കിളികൾ വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര നോയ്സ് ആയിരിക്കും. നമ്മൾ സർപ്രൈസ് ആയ കാര്യമാണ്. എത്ര മണിക്ക് ഇവർ 8 മണിക്കാണ് 8:30ക്കാണ് ഒരു സൈലൻ്റ് ആവണേ. 8 മണിയാകുമ്പോഴേക്കും ഇവർ സൈലൻ്റ് ആവും, ഉറങ്ങാൻ പോകും. എന്നിട്ട് രാവിലെ എപ്പോഴാണ് ഇവരുടെ സൗണ്ട് കേൾക്കുന്ന എപ്പോഴായിരുന്നു? 6 മണിയാകുമ്പോഴേക്കും. അതെ, ജോൺകുട്ടിക്ക് നേരം വിളക്കുമ്പോൾ രാത്രി അതുകൊണ്ടാണ്. കറക്റ്റ് 6, 5, 6, 10, 6 മണി കഴിയുമ്പോഴാണ് പിന്നെ ഉമ്മാർ ഒച്ചെടുക്കുന്നത്. ഭയങ്കര സർപ്രൈസ്. ഞങ്ങളൊക്കെ രാവിലെ ഡ്യൂട്ടിക്കും അതുപോലെ തന്നെ സ്കൂളിലൊക്കെ ഞങ്ങൾ പോയി കഴിയുമ്പോഴേക്കും ചുക്കുവിന് കൂട്ടായി ഒരു സൗണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് സൗണ്ട് വയ്ക്കാൻ കൂട്ടിലുള്ള ആൾ ഇവിടെ ഉണ്ട്. അതേ കൊട്ടേ കിടപ്പുണ്ട്. 12 മണി കഴിയുമ്പോൾ സൗണ്ട് വയ്ക്കാൻ ഇവരെത്തും. 3 മണി കഴിയുമ്പോൾ സൗണ്ട് വയ്ക്കാൻ ഇവനും എത്തും. അങ്ങനെ നമ്മളെല്ലാവരും പുറത്തൊക്കെ പോയിട്ട് വന്നു. അതെ, എസക്കുട്ടി എന്നെ എടുക്കുവാണ്. ജോണിക്കുട്ടി വന്ന് എസക്കുട്ടിൻ്റെ അടുത്തിരിക്കുവാണ്, ചക്കിയിരിക്കുവാണ്. നമ്മൾ പിള്ളേർക്ക് ടൈം അനുസരിച്ചാണോ ഫുഡ് കൊടുക്കുന്നത്, അതേ അവർക്ക് വിശക്കുമ്പോൾ ഇഷ്ടമുള്ള ഫുഡുകൾ കൊടുക്കുവാണോ? അങ്ങനെ നമ്മുടെ അടുത്ത് കമൻറ്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും പിള്ളേരെ നോക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഒത്തിരി പേര് കൺസേൺഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം അത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് വീഡിയോയിൽ പറയണം. പിന്നെ നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ലോ, എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ മറന്നും പോകും. അതുകൊണ്ട് പക്ഷെ ഇത് ഇപ്പോൾ റീസെന്റ് വന്നൊരു കാര്യമാണ് ഫുഡിന്റെ കാര്യം. അതെ, അപ്പം നമ്മൾ ഫുഡിന്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമയത്തിനാണ് കൊടുക്കുന്നത്. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതിൻ്റെ അകത്ത് തന്നെ ടൈമിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറിയാലും നമ്മുടെ വേറുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇച്ചിരി മാറിയാലും നമ്മൾ ടൈം അനുസരിച്ച് തന്നെയാണ് അവർക്ക് ഫുഡ് കൊടുക്കുന്നത്. അതിനിടയിൽ വിശക്കുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ആയിട്ടും അങ്ങനത്തെ രീതിയിലൊക്കെ പിള്ളേരെടുത്ത് കഴിക്കാറുണ്ട്. അല്ലാതെ നമ്മൾ വിശക്കുമ്പോൾ മാത്രം ഫുഡ് കൊടുക്കുക, സമയത്തിന് കൊടുക്കുമ്പോൾ കഴിക്കുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കിതുവരെ വന്നിട്ടില്ല. കാരണം നമ്മൾ ആ ഒരു ടൈം ഫോളോ ചെയ്യുവാണെങ്കിൽ ആദ്യമൊക്കെ ഇച്ചിരി ഹാർഡാണെങ്കിലും അവർ കൃത്യം കഴിക്കും. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് അവർക്കറിയാം, ലഞ്ച് കഴിക്കണം എന്നറിയാം, ഡിന്നർ കഴിക്കണം എന്നറിയാം. പിന്നെ അതിനിടയിൽ വരുന്ന സമയത്ത് മിഡ് മീൽ പോലെ എന്തെങ്കിലും സ്നാക്കോ സംഭവങ്ങളൊക്കെ അവർ കഴിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ എന്താ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമ്മൾ ഉണ്ടാക്കാൻ എനിക്കറിയാവുന്നത് നമ്മുടെ നാടൻ ഫുഡേ ഉള്ളൂ. അതായത് ഈസി ആയിട്ട് നമ്മുടെ ഓർമ്മയിൽ നിന്ന് റെസിപ്പി ഒന്നും നോക്കാതെ ചെയ്യാൻ പറ്റുന്നത് അതായതുകൊണ്ട് നമ്മളതാണ് ചെയ്യുന്നത്. അതിലിവരുടെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള സംഭവം മറ്റേ പേപ്പർ ദോശ അല്ലേ. ഇന്നെന്താ കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റിന്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മുടെ ഗീ റോസ്റ്റ് ആട്ടോ സംഭവം. അതിൻ്റെ അകത്ത് ജോൺകുട്ടിക്ക് ഡേ കെയറിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, പക്ഷെ എന്നാലും ഇവിടുന്ന് കഴിച്ചിട്ട് പോയി. അത് ഗീ റോസ്റ്റ് ആയതുകൊണ്ട്. ജോൺകുട്ടിക്ക് ഗീ റോസ്റ്റ് ആണ് ഇഷ്ടം.
ജോണിക്കുട്ടിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴേ തുടങ്ങി. ജോണിക്കുട്ടിക്ക് മാങ്ങാപ്പഴം കഴിക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലേ? പിള്ളേരെല്ലാവരും എക്സൈറ്റ്മെന്റില്ല. ടൈം എന്നാ ജോണിക്കുട്ടി? ജോണിക്കുട്ടി കുറേ ഇന്ത്യൻ പൈസ ഇരിപ്പുണ്ട്, അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ഏതൊരു വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ തന്നെ കൊച്ചിൻ്റെ മാമോദീസയും പിന്നെ ചക്കിയുടെ ആദ്യ കുർബാനയും കൂടെ ഒരുമിച്ച് നമ്മൾ ജൂൺ ഫസ്റ്റ് വീക്കിലൊക്കെ നടത്താൻ ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ഓർത്തു ഇവിടെ അതായത് നമുക്ക് കൊച്ചിൻ്റെ ആദ്യ കുർബാന നടത്താൻ ഓർത്തു വിചാരിച്ചു. മെയ് 12 തീയതി. അപ്പോൾ നമ്മൾ ഓർത്ത് എന്തായാലും നാട്ടിൽ നടത്തുന്നതുകൊണ്ട് ഒരുമിച്ച് അതെ മാമോദിസ എന്തായാലും നടത്തണം. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചക്കിയുടെ ആദ്യ കുർബാനയോടെ നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു നമ്മുടെ ഫുഡിന്റെ കാര്യമാണ്. അതായത് ചോറും കറിയും സ്ഥിരം കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇവിടെ യുദ്ധമാണ്. ചോറും കറിയും കഴിപ്പിക്കാനാണ് ഏറ്റവും പാട്. ഇവരൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അത് എപ്പോഴും അടുപ്പിച്ച് ചോറും കറിയും ഉച്ചയ്ക്ക് ലഞ്ചിന് ഡിന്നറിന് ഒക്കെ ചോറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയിൽ ഇവർ കഴിക്കുകയില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെറൈറ്റി വേണം. എന്നാക്കിയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്നാക്കിയായിരുന്നു ഉണ്ടായിരുന്നേ? നമ്മുടെ അത് തന്നെ ഗീ റോസ്റ്റ് ആണ് മെയിൻ സംഭവം. പിന്നെ ചപ്പാത്തി റോളൊക്കെ ഉണ്ടാക്കുന്നത് ഇഷ്ടം അല്ലേ? പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ സാധാരണ അപ്പോൾ ഒരു വെറൈറ്റിക്ക് നമ്മൾ ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു ഡിഷാണ് കേട്ടോ. കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ നമുക്കും ഇഷ്ടപ്പെടും കേട്ടോ. അതായത് എല്ലാവർക്കും സാധാരണ ഇതിൽ വളരെ ഈസി ആയിട്ട് ഇഷ്ടപ്പെടുന്ന സാധനമാണ്. ഉണ്ടാക്കി നല്ലായിരുന്നോ? മമ്മ പെറുണമൂസ് ഉണ്ടാക്കി പറഞ്ഞപ്പോഴേക്കും ചേച്ചിമാര് കളിയൊക്കെ ചിരിച്ചു കൊച്ചു. പെറുണമൂസി എന്ന് പറയാൻ അറിയോ? പൊട്ടറ്റോ, സ്മാഷ്ഡ് പൊട്ടറ്റോ. അതെ തന്നെ. അങ്ങനെ അപ്പൊ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോവാം. റെഡി ഗൈസ്? കാരണം ഇപ്പം 4 മണിയാണ്. നമ്മൾ എന്തായാലും ഡിന്നർ ഇവിടുത്തെ ഒരു ഇപ്പൊ ജോണിക്കുട്ടി ഡേ കെയറിൽ നിന്ന് കഴിച്ചിട്ടാ വന്നേക്കുന്നത്. ഇപ്പൊ കഴിക്കാനല്ല, ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഡിന്നറിന് കഴിക്കാനാ. ജോണിക്കുട്ടി കഴിച്ചു. ചക്കിയൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ദോശ വീണ്ടും കഴിച്ചായിരുന്നു അല്ലേ? സ്കൂളിൽ വിട്ട് വന്നപ്പോൾ നമുക്ക് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. കാരണം 1 hour അത് ഓവനിൽ ഇരിക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിനിഷറുടെ ഒരു സ്റ്റൈൽ അനുസരിച്ച് ഡിന്നർ എപ്പോഴാണെന്നറിയോ? ഇവിടുത്തെ ഡിന്നർ ടൈം അറിയോ? 6:30 7 മണിക്ക് മുന്നേ ഇവർ ഡിന്നർ കഴിക്കും. അപ്പം 5 മണി കഴിയുമ്പോൾ തൊട്ടല്ലേ ഡിന്നർ ഇവർ ഹെവി ആയിട്ട് കഴിക്കണം. 5 മണി കഴിയുമ്പോഴാണ്. 6:30 മുന്നേ അവർ കഴിച്ചു കഴിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെടുക്കണം എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള സ്നാക്സ് അവർ ലേറ്റ് ആയിട്ട് എടുക്കത്തുള്ളൂ. സപ്പർ എന്നുള്ള പോലത്തെ അവസ്ഥയിൽ അവരെടുക്കുന്നത് അത് എടുക്കത്തുള്ളൂ. ചെയ്യാം. ഇപ്പൊ എപ്പോഴും കൈ വായിക്കത്തിടും. അയ്യായിന്റെ കൈ വായിക്കത്തിടുന്നേ. കൊച്ചു മൗത്തി വാ കണ്ടുപിടിച്ചു. കൊച്ചിന്റെ വായ കണ്ടുപിടിച്ചു. വായോ ഉണ്ടാക്കാം. മമ്മ ബേബീനെ എടുക്കാം. ചേച്ചിമാരും പപ്പയും കൂടി ഉണ്ടാക്കും. യസക്കുട്ടാണെങ്കിൽ മാളിന് ഇരുന്ന് കഴിഞ്ഞാൽ ഷോർട്ട് ടൈമിൽ ഇറങ്ങിപ്പോവും. വലിയ പൊട്ടറ്റോ അല്ലേ? നമുക്കൊരു 7 എണ്ണം എടുക്കാം. 7 എണ്ണം പിള്ളേരെയും കൂട്ടി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും ഓരോരോ തിരക്കിലായി. ജോൺകുട്ടീന് ഒട്ടും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ അവൻ ഇടയ്ക്ക് വരുവാണെങ്കിൽ നമുക്ക് ചേർക്കാം. ഇപ്പം ചക്കി നമുക്ക് പൊട്ടറ്റോ പീൽ ചെയ്ത് തരുന്നു അല്ലേ? എത്ര എടുത്തു? എണ്ണ നോക്കുന്നു. 6 7 എടുത്തോ. പിന്നെ നമുക്ക് വേണ്ട ഒരു ബട്ടർ ക്യൂബ് വേണം. അപ്പോൾ അത് നമ്മളിങ്ങനെ മെൽറ്റാക്കി വേണ്ട സാധനങ്ങളിപ്പോൾ കാണിച്ചു തരാവേ. ഓടിവായോ. നല്ലതായിട്ട് പോകുന്നുണ്ടോ? ഓക്കെ. തിന്നായിട്ട് ചെയ്യണേ, നല്ല കട്ടിക്ക് ചെത്തിക്കളയണ്ട. എൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് ചിക്കനാണ്. ചിക്കൻ ബ്രസ്റ്റ് ആയിട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇതിനെ ഹാഫായിട്ട് ഇങ്ങനെ നമ്മൾ ലെയറാക്കി ചെത്തിയെടുക്കണം. അങ്ങനെ തന്നെ അകത്തുനിന്ന് വേണ്ടത്. കൊച്ചു ചെയ്യാൻ തുടങ്ങിയത് കറക്റ്റാണ്. പക്ഷെ അങ്ങനെ കട്ട് ചെയ്ത് കളയല്ല. അതങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് തന്നെ വേണം. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങോട്ട് എടുത്തേ ഒരു പീസ് മമ്മ കാണിച്ചു തരാം. ഇവിടെ വയ്ക്കേ, ഷോപ്പിംഗ് ബോർഡിലോട്ട് വയ്ക്കേ. ഇത് 1 കിലോ ചിക്കനാട്ടോ നമ്മൾ മേടിച്ചത്. കൈ മുറിയല്ല, ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ വിരൽ ഓക്കെ. ഓ കൊള്ളാലോ. കിട്ടിയാ? ഓക്കെ. എന്നിട്ടാണോ ഈ വേണം? അല്ല, ഇനി കട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ വീതിയിൽ വേണം നമുക്ക്. ചിക്കനും ബ്ലഡ് ഫ്രഷ് മേടിച്ചോണ്ടൊന്നല്ല, അതുകൊണ്ടാണ് സൂക്ഷിച്ചു. ഇതാണ് ഈസിയറാ? ഓക്കെ. ഒരുമിച്ച് കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് പാട്ട് പിള്ളേരിക്കും. എന്നിട്ടാണ് നമ്മുടെ പരിപാടികളൊക്കെ സ്മൂത്തായിട്ട് പോകാറ്. പക്ഷെ കിട്ടിയോ? അവിടെ വെച്ചോ. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ പാട്ട് വെക്കുന്നില്ല. വീഡിയോ എടുക്കുമ്പോൾ അതെ പാട്ട് വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇതിങ്ങനെ മാറ്റണ്ടേ? അത് ഇപ്പം പീൽ ചെയ്താൽ മതി. ലാസ്റ്റ് മമ്മ ക്ലീൻ ചെയ്തോളാം. ഓ കൈ സൂക്ഷിച്ച്. പെർഫെക്റ്റ്.
ഇതാ ഇച്ചുകൂടി പെർഫെക്റ്റ് ആയി. ഇത് അത്ര ആയില്ല. 4 കെട്ടിയിട്ട് 4ാമത്തെ പെർഫെക്റ്റ് ആയിട്ട് വന്നു. കട്ട് ചെയ്തിട്ട് ജോൺകുട്ടി കൈ ഇടാനായിട്ട് ഓടി കേട്ടോ. അപ്പം ഇത് വാഷ് ചെയ്ത് തുടച്ചിട്ട് ഇതും കൊണ്ട് എടുത്തോ. അതവിടെ വെച്ചോ. കുരുകുരുന്ന് അരിയണം ചെറുതായിട്ട്. നമ്മൾ ഇങ്ങനെ വിരൽ പിടിക്കണം, ഇങ്ങനെ ഇങ്ങനെ പൊക്കി പിടിക്കണം. വിരലേൽ ടച്ച് ആവില്ല. വിരലേൽ കത്തി വെക്കരുത്, ഇങ്ങനെ അകത്തേക്ക് മടക്കി പിടിക്കണം ഇങ്ങനെ. എന്നിട്ട് കത്തി താഴെ വെച്ച് കയ്യിൽ ടച്ച് ആവുകയോ ചെയ്യല്ലോ കേട്ടോ. വേണ്ട വേറൊരു സാധനമാണ് ക്രീം. ഫുൾ ക്രീം നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പാർമസൻ ചീസാണ് വേണ്ടത്, പക്ഷെ നമ്മൾ മൊസറല്ലയാണ് ഇന്നിപ്പോൾ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മസ്റ്റർഡിന്റെ ക്രീമാണ്. ക്രീമല്ല, പേസ്റ്റ്. സോസ് പോലെ കെച്ചപ്പ് പോലെ അങ്ങനെ ലൂസായിട്ടുള്ള സാധനമല്ല കേട്ടോ. ഇത് ശരിക്കും തിക്കായിട്ടുള്ള പേസ്റ്റാണ് സംഭവം. മസ്റ്റാർഡാണ് നമ്മുടെ. ഞാൻ അറിഞ്ഞു ഇത് ഫിൻലൻഡിനെ കുറിച്ചാണ്. ബിക്കോസ് ഈ അമേരിക്കയിൽ ഇത് പോലത്തെ ഇല്ലല്ലോ. ഇല്ലല്ലേ? കൊച്ചിന് അമേരിക്കയിലെല്ലാം അറിയാവോ? എല്ലാം അറിയില്ല. ആണോ? അമേരിക്കയിൽ ഇതില്ലെന്ന് എങ്ങനെയാ മനസ്സിലായേ? എനിക്കറിയാം. ഓഹോ. ഇത് ഫിൻലൻഡിലെ ഒരു റെസിപ്പി മമ്മയ്ക്ക് കിട്ടിയതാ. അപ്പോൾ കറക്റ്റ് ഫിനിഷുകാർ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൽ. ഫിനിഷ് ഫുഡ് ആണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഫിനിഷുകാരുടെ ഫുഡാണോ ഇത് അറിയില്ല. ഉണ്ടാക്കി കഴിയുമ്പോൾ കാണുന്നവർ പറയട്ടെ അല്ലേ? കേട്ടില്ല എന്നാ? നമ്മുടെ ഇന്ത്യൻ ഫുഡ് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഏറ്റവും ചെലവ് കുറവാണ്. അതായത് ഫിനിഷ് ഫുഡ് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം വെച്ചാൽ ഇവിടുത്തെ ഹെർബ്സ്, അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ഒക്കെയാണല്ലോ ഫുൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ചിക്കൻ വാങ്ങിക്കും. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ചെലവ് കൂടുതലാണ് ഫിനിഷ് ഫുഡിന്. പിന്നെ ക്രീം ഒക്കെ ഇവർ ഉപയോഗിക്കുമല്ലോ. അതെ, അത് ഒരു പാക്കറ്റ് ക്രീം എന്ന് പറയുമ്പോഴേക്കും ഒരു കറിക്ക് ഫുള്ള് എടുത്ത് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ കുറെ പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളത് താനും അല്ലേ? അത് മാത്രമല്ല, ഇവരുടെ ഫുഡ് ആകുമ്പോൾ കുറച്ച് നമ്മൾ കഴിച്ചാൽ മതി. കാരണം വെച്ചാൽ ഭയങ്കര കലോറി ആയിരിക്കും. ഡയറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഫ്രിഡ്ജ് കഴിക്കുള്ളൂ. കുറച്ച് ക്രീമും ബട്ടറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പെട്ടെന്ന് മട്ടിപ്പോവും. പക്ഷെ പിള്ളേർക്ക് നല്ലതായിട്ട് അധ്വാനിക്കുന്നവർക്ക് നല്ല. നമ്മുടെ നാട്ടിൽ ഏഷ്യാടും ബിരിയാണിയൊക്കെ നല്ല അധ്വാനിക്കുന്ന മനുഷ്യർ കഴിക്കുന്ന പോലെ എന്തോ. അപ്പൊ ഇത് കൊച്ച് ഇത്രയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മമ്മി ഒന്നുകൂടെ ഫൈൻ ചോപ്പ് ചെയ്യും. ഇനി മാളു ചേച്ചി എന്തേ മാളിനോട് വരാൻ പറഞ്ഞു. മാള് വരുന്നത് വെളുത്തുള്ളി സോട്ട് ചെയ്യാന്ന് പറഞ്ഞത്. എന്താ ഈ ചെക്കി മോളെ? ഓ മിടിക്കുള്ള എത്ര എണ്ണം കഴിഞ്ഞ ഈ നേരം കൊണ്ട്? 5 എണ്ണത്തിന്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി. നല്ല ഞാൻ പറയില്ല, കറക്റ്റായിട്ട് പൊട്ടറ്റോ പീൽ ചെയ്യണമെങ്കിൽ എൻ്റെ ഇവിടുത്തെ ആസ്ഥാന പൊട്ടറ്റോ പീലറുകാരിയായിട്ടുണ്ട് ചക്കി. ചുണുകുട്ടി ആ കസേര തിരിച്ചു വെച്ച മോനെ, തിരിച്ചേറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് മമ്മ ഇടയ്ക്ക് വിളിക്കുമ്പോൾ വന്നാൽ മതി കേട്ടോ. ഡെവിയുടെ അടുത്ത് പോയിരുന്നു, പപ്പ എടുത്ത് പോയിരുന്നു. ഗാർലിക് എടുത്തേപ്പാ. ഗാർലിക് എടുത്തോ, ഒരു 4 അല്ലി എടുത്തോ. നമ്മൾ തക്കാളി ഇങ്ങനെ ട്രോയിൽ വെറുതെ വെക്കും കേട്ടോ. കുറേ നാളിരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. എന്തോ അല്ല, പീൽ ചെയ്യാനുള്ള പുതിയ ടെക്നിക്കാണോ? ഏത് ഗാർലിക് ഇങ്ങനെ പീൽ ചെയ്യാവോ? ഇതിന്റെ അകത്തിട്ട് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്യും. പുളി അതിന്റെ അകത്തോട്ട് അപ്പൊ അത് ഫ്രഷ് ആയി. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ക്ലീൻ ചെയ്യാം അല്ലേ? അല്ല, അടക്കില്ല മോനെ ഫ്ലോറിലോട്ട് വീഴും. ഡേഞ്ചറസ് ആണ്. കുഴപ്പമില്ല. എന്താ ഡേഞ്ചറസ് ആയ എങ്ങനെയാ? ഞാൻ പറയാൻ വരുമായിരുന്നു. കയ്യേല അതിന്റെ ഈ ഗാർലിക്കിന്റെ ഹെഡിന്റെ ഭാഗത്ത് കുറച്ച് ഹാർഡല്ലേ, ഷാർപ്പും ആണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് കൈ ഇതിന് പീൽ യൂസ് ഉണ്ട്. അത് കത്തി വെച്ച് ചെയ്യുന്ന എന്തോരം ടൈം ലാഭിക്കാം നമുക്ക്. ഇപ്പൊ 5 മിനിറ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പീലിംഗ് കഴിഞ്ഞിട്ട് വേണ്ട. ഞാൻ കണ്ടില്ല, തീരാറായപ്പോഴാണ് ഞാൻ കാണുന്നത്. ചക്കി ഇതെല്ലാം വേസ്റ്റ് കറക്റ്റ് വേസ്റ്റ് ഇടുന്നിടത്തേക്ക് കൊണ്ടിടുവാണ്. ചോൺകുട്ടി എന്നാ മോനെ ചെയ്യുന്നേ? കിളികൾക്ക് ഫുഡ് കൊടുക്കാൻ പോവാണോ? എന്നതാ കൊടുക്കുന്ന കാണിച്ചേ? ആപ്പിളിന്റെ പീസോ? ഓ, എനിക്ക് എത്ര പേരെ ടേക്ക് കെയർ ചെയ്താലല്ലേ നമ്മള്. ആ സൈഡിൽ വെച്ച് സൈഡില് അവന്മാര് വന്ന് കൊത്തി തിന്നോളും. ഇനി എന്നാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അവര് വന്ന് കൊത്തി കൊത്തി തിന്നും. അവർക്ക് ഇഷ്ടം അത്. ഓക്കെ, അവന്മാര് ഞാൻ മാറാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അടുത്ത് നിൽക്കുന്നോണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. കൂട്ടത്തിൽ പേടിയില്ലാത്തവനാ കുഞ്ഞവനാ. അവന്റെ പേരെന്നത് പോക്കോന്ന്, പിള്ളേരിട്ടേക്കുന്ന പേര്. ചോക്കോന്ന് അടുക്കിലിരിക്കുന്നത്. കോക്കോ ഈ യെല്ലോ. അവര് നമ്മൾ പോകാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വേണം അവർക്ക് കഴിക്കാൻ.
ജോൺകുട്ടി നമുക്ക് ചോപ്പ് ചെയ്ത് തന്നു. മമ്മ അത് ഒന്നുകൂടെ ഫൈനായിട്ട് ചോപ്പ് ചെയ്യാം അല്ലേ? നല്ലതായിട്ട് ഫൈനായി കഴിഞ്ഞാൽ അത്രയും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. തൈം ആട്ടോ ഇത്. തൈം ഹെർബ് നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. എന്നാ മോനെ ചെയ്യുന്നത്? നമ്മൾ സ്ഥിരം ചോറും കറിയായി കഴിയുമ്പോഴേക്കും പിള്ളേർക്ക് ഭയങ്കര മടിയാണ് കഴിക്കാനായിട്ട്. ഒട്ടും ഇഷ്ടമില്ല അവർക്ക്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇടയ്ക്ക് ഇവിടുത്തെ ഫുഡും ഒക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും. അപ്പം അങ്ങനെ ഉണ്ടാക്കി റെസിപ്പി ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇവർ കഴിക്കും കേട്ടോ. ഞാൻ എൻ്റെ ഓൺ റെസിപ്പിയിൽ ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്തിട്ട് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ കറക്റ്റായിട്ട് നോക്കി ഉണ്ടാക്കി കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു ഒതൻറ്റിക് ടേസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഇത് മറ്റേ തേനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മസ്റ്റർഡ് പേസ്റ്റിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പൊടിക്ക് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിന് വേണം കേട്ടോ. കുരുമുളക് നമ്മൾ ക്രഷ് ചെയ്തെടുക്കാം. മട്ടത്തി മറ്റേ അന്ന് അരിഞ്ഞില്ലേ, എനിക്ക് പൊട്ടറ്റോ അരിഞ്ഞു തരണമായിരുന്നു. അപ്പോൾ ജോണിക്കുട്ടിക്ക് അത് അരിയണമെന്ന് പറഞ്ഞു സ്വിച്ച് ചെയ്തു. ഇത് അവൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള പരിപാടി. ചെയ്യണേൻ്റെ ഇടയ്ക്ക് ഇവൻ മാറും അല്ലേടാ? കുരുമുളക് ഇടിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് വേണ്ടേ പിന്നെ ഇതുപോലെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പെപ്പർ ഇങ്ങനെ നല്ലതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ആള് പഠിക്കുവാണെന്നും പറഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം പഠിക്കുവാണോ എന്ന്. എടി കള്ളി, ഞാൻ വിചാരിച്ചു നീ പഠിക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചു വന്നിരിക്കുന്നതാണ്. പക്ഷെ പഠിക്കുവാണോ? എന്നാ പഠിക്കുന്നേ? നമുക്ക് ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെ കപ്പള പഠിക്കാനുണ്ട്. പിന്നെ ഇവിടുന്ന് ബാക്കിൽ കുറെ കസിത്തെ ഞങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറെ പഠിക്കണം. പിന്നെ ബാഗില് 25 രാജ്യങ്ങളും പഠിക്കണം. ഓ അടിപൊളി. 6ാം ക്ലാസ് കഴിയുമ്പം ഹൈസ്കൂളിലോട്ട് വേറെ സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പം റീസെൻ്റ്ലി നമുക്ക് അറിയാമായിരുന്നു, പക്ഷെ എന്നാലും അതൊന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചു. അതായത് ഹൈസ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ 90% മാർക്ക് ഉണ്ടായാലാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അതായത് പ്രൊഫഷണൽ കോഴ്സിന് ചേരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടത്തെ സിലബസിൽ പറയുമല്ലോ, ഡിസ്റ്റിങ്ഷൻ ഉള്ളവർക്കാണ് സയൻസ് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറയില്ലേ, അതേപോലെ. അപ്പോൾ അതുകൂടെ കേട്ടപ്പോഴേക്കും ഒരു ഇച്ചിരി കൂടെ സീരിയസ്നെസ് കൂടി. പക്ഷെ സ്ട്രെസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക, കിട്ടുന്നത് മതി അല്ലേ? എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? സൈസാണോ ജോണിക്കുട്ടി? ഓ കൈവിരൽ മുറിയല്ലോ, സൂക്ഷിച്ച് വേണം കേട്ടോ. സൂക്ഷിച്ച് കട്ട് ചെയ്തോ. ഒരെണ്ണം കൊണ്ടാണല്ലേ? ഓ പക്ഷെ അത് മുറിഞ്ഞില്ല ബാക്കി. ഓഹോ വിളപ്പുണ്ടാൻ ഈ അവരൊക്കെ ഫുഡ് ഇടാൻ നോക്കിയ അത് ഈ ഒരു കിളിയാണെങ്കിൽ അവിടെ ആ റെഡ് സാധനത്തില് തിന്നാൻ നോക്കിയേ. ഞാൻ അവിടെ അതിന് അടുത്ത് ഇവിടെ ഇട്ടേ. അപ്പഴാണെങ്കിൽ അത് പറന്നു പോയപ്പോ അവനെ മൊത്തം താറി വീണു. സോ ക്ലോസ് ആണ് ഈ ഫിഷിനെ അവിടെ പോവാൻ. ഫിഷ് ടാങ്കിലോട്ട് അവൻ ഫുഡ് ഇട്ട് കിളികൾ പറന്നപ്പോൾ അത് പറന്നു പോയെന്ന്. അപ്പൊ ഫിഷ് ടാങ്കിൽ പോകാനുള്ള സോ ക്ലോസ് ആയിരുന്നെന്ന്. പക്ഷെ പറന്നു പോയില്ല. മനസ്സിലായോ? മമ്മയ്ക്ക് മനസ്സിലായി. ഇനി അതിൽ നിന്നൊരു കുറച്ചെടുത്ത് ഇങ്ങോട്ട് ഇട്ടോ ചക്കി, ഇതിലോട്ടിട്ടോ. ഈ മസ്റ്റർഡ് പേസ്റ്റും കൂടെ കിടക്കണായിട്ട് ചക്കിയുടെ മുഖം നോക്കിയേ. കഴിഞ്ഞ ദിവസമേ ഞാനൊരു വീഡിയോ കണ്ടാണേ. കറക്റ്റ് ഈ മാങ്ങ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അന്നേരം എനിക്ക് ഭയങ്കര വെള്ളം വന്നാ. ഇപ്പോഴത്തെ അതൊക്കെ എന്തായാലും എനിക്ക് കഴിക്കാൻ മുളക് ഇടുന്ന ഇഷ്ടമില്ല അല്ലേ? എനിക്ക് മാങ്ങ വേണം, എനിക്ക് മാങ്ങ വേണം, അതെനിക്ക് വേണം. എന്നാ എന്നാ ചക്കിനെ പറഞ്ഞേ? ആപ്പറ്റൈസ് പോവാതെ നോക്കുമ്പോഴേക്കാ സ്മാഷ് ചെയ്യാൻ. ഇത് നോക്കുമ്പോഴേ അപ്റ്റേസ് പോകുന്നത് കൊണ്ട് സ്മാഷ് ചെയ്യാൻ പറ്റുമെന്ന്. ചെയ്യാട്ടോ നമുക്കിപ്പോ. പെപ്പർ ഇട്ടിട്ട് നമ്മൾ ഇളക്കും. സ്പൂൺ ആവശ്യമുണ്ടോ? സ്പൂൺ എടുത്തിട്ട് ഒരു സ്പൂൺ അതിലോട്ടേക്ക് ഇട്ടോ. ഇട്ടോ. എന്നിട്ട് പോകാതെ നന്നായിട്ട് സ്മാഷ് ചെയ്തോ. എങ്ങനെയുണ്ട്? ഇപ്പൊ സെറ്റായോ? ഓക്കെ. എന്നാ കാര്യമായിട്ടുള്ള പരിപാടി ചെയ്യാ? ശരിക്കും വയ്യ, ഇത് കൊതിപ്പിക്കാനുള്ള പരിപാടിയാണല്ലോ. ആരൊക്കെ പറയണോ ഞാൻ ഇത് കഴിക്കാൻ പൊട്ടറ്റ അരിയാന്ന് പറഞ്ഞിട്ട് അതിനിടയിൽ മാങ്ങാണ്ട് കടിച്ചു കൊണ്ടിരിക്കണോ ജോണിക്കുട്ടി? പറ്റിച്ചല്ലോ നീ. എനിക്ക് കട്ട് ചെയ്തതാ. എനിക്ക് സംഭവം വേണം കറക്റ്റ് ടൈമില്. എസക്കുട്ടന്റെ ഫുഡ് പോലെ ചക്കി ഉണ്ടാക്കണ ഫുഡിന് ഇങ്ങനെയൊന്നും പറയരുത്. എസക്കുട്ടന്റെ അപ്പി പോലെയൊന്നും.
ഫിനിഷ് ഫുഡിന് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തിട്ട് ചക്കി ഉണ്ടാക്കി വരുമ്പോ സെറ്റപ്പ് ആയിരിക്കും. ആ സാധാരണ പുളിയോ അല്ലെങ്കിൽ മാങ്ങയൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരത്തില്ലേ? ആർക്കെങ്കിലും ഇതുപോലെ വെള്ളം വരുന്നുണ്ടോ? കമന്റ് ഇടണം. ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് വരാറുണ്ട്. ഇത് തിന്നാൻ പാടോ? അത് തൊലി തിന്നുന്ന അല്ല. എങ്ങനെയുണ്ട്? തംസപ്പാണോ? ഏ നല്ല ചക്കി തിന്നുന്നുണ്ടോ? നോക്കുന്നുണ്ടോ ചക്കി? ട്രൈ ചെയ്യുന്നുണ്ടോ? മാളുവിന് അവിടെ കൊണ്ടുപോയിരുന്ന് ട്രൈ ചെയ്യാൻ കൊടുത്താലോ? എന്നെ ചക്കിനെ പറഞ്ഞ സീക്രട്ട് വേർഡ്. മാളു മാംഗോ എന്ന് പറഞ്ഞ മാളു പറന്നെത്തൂന്ന്. ഞാൻ ഈ മാങ്ങാണ്ടി എടുത്ത ബിക്കോസ് ഞാൻ ഒരു വട്ടം കണ്ടു ഈ മാങ്ങാണ്ടി തിന്ന് കരുമ്പോ അത് ഇന്നാട് ആ മാങ്ങാണ്ടി വലിയ ഷെല്ല് പോലത്തെ സാധനം അത് നടുക്കിന് കട്ട് ചെയ്യുമ്പോ അവിടെ ഒരു സീഡ് ഉണ്ട്. അത് അവിടെ ഇടുമ്പോ അത് പ്ലാന്റ് ആയിട്ട് അങ്ങനെയാ മാങ്ങാണ്ടി എറിഞ്ഞാണ് മാവ് ഉണ്ടാവുന്നത്. അതിൽ നിന്നാണ് മാങ്ങാപ്പഴമൊക്കെ കിട്ടുന്നത്. കടിച്ചോ? എങ്ങനെയുണ്ട്? സോൾട്ടിയാ സ്പൈസിയും സോൾട്ടും അത്രയൊന്നുമില്ല അല്ലേ? ഇച്ചിരി ഓവർ ഷോ കാണിച്ചാണോ? ആണോ? ഒരു ചോറിനകത്ത് മീനോട് ഇട്ടില്ല. ആണോ? ചോറിനകത്തിട്ട് മീനിന് സ്പൈസി ആയിരുന്നോ? ആണോ? ആവക്കൂട്ടം കരയാൻ തുടങ്ങി. അല്ല, നമ്മളൊക്കെ തിന്നുമ്പോ അവനും വേണ്ട, അവന് വിശക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. എന്തായി? എനിക്കൊരു പീസ് വെക്കണേ. എല്ലാവരും അത്രയും കൊതിയില്ല, പക്ഷെ എല്ലാരും കൂടെ കൂടിയിട്ട് നല്ല ഉത്സാഹിച്ച് തീർക്കുന്നുണ്ട്. എനിക്കൊരു പീസ് വെക്കണം കേട്ടോ. അല്ലേ, ചെറിയ മധുരം ഉണ്ട് ഇതിന്. പുളി കുറവുള്ള ടൈപ്പ് മാങ്കോയാ. സൗണ്ട് കേൾപ്പിക്കാ തിന്നു പിള്ളേരെ. അങ്ങനെ സൗണ്ട് കേൾപ്പിക്കരുത്. ഞാൻ നല്ല ഒച്ച കേൾപ്പിച്ചാ തിന്നുന്നത്. എന്നിട്ട് പിള്ളേരോട് പറയണം സൗണ്ട് കേൾപ്പിക്കാതെ തിന്നു പിള്ളേരെന്ന്. ഈ ഞണ്ട് ഇടത്തോട്ട് പിള്ളേരോട് നേരെ പപ്പ ഇങ്ങനെ പറയണേക്കാം. ഞണ്ട് ഇടത്തോട്ട് ആണോ? ബാക്കിലോട്ട് സൈഡിലോട്ട് നേരെ എന്തായാലും നടക്കില്ലല്ലോ. എന്നിട്ട് അവരുടെ പിള്ളേരോട് നേരെ നടക്കാൻ പറഞ്ഞാൽ നടക്കുവോ? അപ്പൊ നമ്മൾ കട്ട് ചെയ്ത പൊട്ടറ്റോ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തതിന്റെ ആ സ്റ്റാർച്ച് ഒരു ഇച്ചിരി നമ്മൾ വാഷ് ചെയ്ത് എടുക്കുവേ. ഓക്കെ. അപ്പൊ പിള്ളേര് നമ്മൾ അത്യാവശ്യം ഹെൽപ്പ് ചെയ്തു. അവര് സ്കൂളിലോട്ട് വന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടായിരുന്നല്ലോ. അവരവരുടെ പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നു. ആ സമയം കൊണ്ട് ഇനിയിപ്പം ബാക്കി ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു. സംഭവം ഒരു കുഞ്ഞു ബട്ടർ ക്യൂബ് ഇട്ടു. അത് മെൽറ്റായി വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മളൊരു 3-4 ഗാർലിക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടും. നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം കേട്ടോ, വെളുത്തുള്ളി ഇട്ടിട്ട്. അതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ഒഴിക്കുവാണേ. അതിലേക്ക് നമ്മൾ പെപ്പർ ഇടുന്നു. എന്നിട്ട് തിളച്ച് തുടങ്ങി കഴിയുമ്പോഴത് വെയിറ്റ് ചെയ്യാം. ഒരു 1-1.5 സ്പൂൺ ഉപ്പ് ഇടണം കേട്ടോ. ഒരു 6-7 പൊട്ടാറ്റോയ്ക്ക്. നന്നായിട്ട് തിളച്ചു തുടങ്ങിയേ. നമുക്കിനി അതിലോട്ടേക്ക് നമ്മുടെ തൈം ഇട്ട് കൊടുക്കാം. ഹെർബ്സ് അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇഷ്ടം. ഈ ക്രീമി ആവുമ്പം ഭയങ്കര മട്ടിപ്പോവും. പക്ഷെ ഈ തൈം ഇതിട്ട് കഴിയുമ്പം നല്ല രസമാണ്, നമുക്ക് ഇഷ്ടപ്പെടും. ഫിനിഷ് ഫുഡ് ഉണ്ടാകുമ്പോൾ വീട് നല്ല മണമായിരിക്കും അല്ലേ? ഫിനിഷ് ഫുഡിന്റെ അതാ ഹെർബ്സ് യൂസ് ചെയ്യണതിന്റെ മണോ. ഇനി നമ്മൾ കഴുകി വെച്ചേക്കുന്ന ഇങ്ങനെ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞേക്കുന്ന പൊട്ടറ്റോസ് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇങ്ങനെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആക്ച്വലി ഈ ഒരു സ്റ്റെപ്പിൽ നമ്മളിതിങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്യുന്നേ ഉള്ളേ. ഇതിൻ്റെ അകത്ത് നമ്മൾ വേവിക്കുന്നില്ല. വേവിക്കുന്നത് നമ്മൾ ഓവനിൽ കയറ്റി വെച്ചിട്ട് അവനിൽ ശരിക്കും ബേക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. പിന്നെ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം.
ഇവിടെ ഫിനിഷറുടെ അടുക്കള ഭയങ്കര ക്ലീൻ ആയിരിക്കും. കാരണം കണ്ടാൽ പുതിയതുപോലെ തന്നെ ഇരിക്കും. ഇവരുടെ കുക്കിംഗ് സ്റ്റൈൽ എല്ലാം, കുക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞവർക്ക് ബേക്കിംഗ് ആണ് കൂടുതൽ. അല്ലാണ്ട് ഈ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പോലത്തെ മസാലയൊക്കെ യൂസ് ചെയ്ത് അങ്ങനത്തെ ഒരുപാട് കുക്കിംഗ് ഒന്നും ഇവർക്കില്ല അല്ലേ. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല നീറ്റ് ആയിരിക്കും. പിന്നെ വീട്ടില് ചെന്നേക്കും ഒരു ബേക്ക് ചെയ്ത് മണമായിരിക്കും എപ്പോഴും തന്നെ അങ്ങനെ ആയിരിക്കും. ഗ്രില്ല് ചെയ്യണ സംഭവമൊക്കെ നല്ല, അത് അവർ പുറത്തല്ലേ ഗ്രില്ല് ചെയ്യുന്നത്, ഗ്രില്ലിംഗ് പ്ലേസിൽ അവർ ചെയ്യത്തുള്ളൂ. ഇനി നമ്മളതിങ്ങനെ കറക്റ്റ് എല്ലാത്തിലും മുങ്ങിക്കിടക്കാൻ പാകത്തിന് ലെവൽ ചെയ്ത് വെക്കണം. ഒത്തിരി മുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഇതെല്ലാം ബേക്ക് ആകുമ്പോൾ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇനി നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കണ തുടച്ച് വെച്ചേക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അതിങ്ങനെ നമ്മൾ അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ മേളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. നമ്മളെടുത്ത 1 കിലോ ചിക്കൻ ബ്രസ്റ്റ് ആയിരുന്നു. ഒരു 6-7 മീഡിയം സൈസ് പൊട്ടറ്റോയ്ക്ക് നമ്മൾ 5 ഡെസിലിറ്റർ ക്രീമാണ് എടുത്തോളൂ. പിന്നെ തൈം ആ മേടിക്കുന്ന ഹെർബ് പാക്കറ്റ് ഉണ്ടല്ലോ, ഞാൻ അതിൻ്റെ ഒരു പകുതിയോളം എടുത്തു, എനിക്ക് എൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട്. പിന്നെ ഒരു കുഞ്ഞു ബട്ടർ ക്യൂബ് അല്ലേ ഇട്ടുള്ളൂ, അത് എനിക്ക് തോന്നുന്നു ഒരു എത്ര ഉണ്ടാവും, 50 ഗ്രാം ഉണ്ടാവുമോ, അത്രയൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഈ സംഭവം നമ്മുടെ മസ്റ്റർഡും ഹണിയും പെപ്പറും സോൾട്ടും കൂടിയിട്ട് പേസ്റ്റ് ആക്കി വെച്ചേക്കുന്നത്. അത് കറക്റ്റ് ചിക്കൻ്റെ മേളിൽ മാത്രമായിട്ട് അത് നമ്മൾ വെക്കുള്ളൂ, മറ്റേ പൊട്ടറ്റോയിലോട്ടേക്ക് നമ്മൾ വീഴിക്കില്ല. ജസ്റ്റ് ചിക്കൻ്റെ മേളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ്. നല്ല മണം വരുന്നുണ്ടോ? ഇഷ്ടമായ മണം. ഈ നമ്മൾ പിന്നെ ഉപ്പും ഇതിന് ടേസ്റ്റൊക്കെ എപ്പോഴും നമ്മൾ ചെയ്യാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ, അതായത് ആ ക്രീം സോൾട്ടും പെപ്പറൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മളൊന്ന് തൊട്ട് വെക്കുക ഉപ്പൊക്കെ പാകമാണോന്ന്. അതുപോലെ ഈ സംഭവം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് മധുരം ഒക്കെ പാകമാണോന്ന്. എല്ലാം പെട്ടെന്ന് പരിപാടി തീരും. പെട്ടെന്ന് തീർന്നു. പിന്നെ ഈ മസ്റ്റാർഡിന്റെ പേസ്റ്റ് നമ്മൾ ആ ക്രീമിലും ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ നല്ലതായിട്ട് എല്ലായിടത്തും ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് ക്രീമിൽ ബേക്ക് ചെയ്യണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് കാലറി കൂടുതലാണെന്ന് നമ്മൾ കൺസേൺ ചെയ്ത് പറഞ്ഞത്. ആ ക്രീം മാത്രമാണ് ഒരു കുറച്ച് ഹെവി ആണല്ലോ. 200-ൽ നമ്മൾ 1 hour ആട്ടോ ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സംഭവം നമ്മൾ നേരെ അവനിലോട്ട് കയറ്റി വെക്കുകയാണ്. പിന്നെ പിള്ളേരെ കൂട്ടി നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യുമ്പോൾ കുറച്ച് ടൈം ആകും. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സംഭവം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് പോലും വേണ്ട. പൊട്ടറ്റോ വാഷ് ചെയ്ത് സ്ലൈസ് ചെയ്യുക, പിന്നെ സംഭവം എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി വെച്ച് നേരെ ബേക്ക് ചെയ്യാൻ കയറ്റി വയ്ക്കുക. അപ്പോൾ ആ 1 hour ബേക്കിംഗ് ടൈം മാത്രമാണ് ആക്ച്വലി ഇതിനാകത്തുള്ളൂ. അത് കഴിഞ്ഞ് 1 hour കഴിഞ്ഞ് എടുത്തിട്ട് അതിൻ്റെ ലാസ്റ്റാണ് നമ്മൾ ഈ ചീസ് അതിൻ്റെ മുകളിൽ വെതറുന്നത്. എന്നിട്ട് ഒരു 5 minutes കൂടെ അവന് കയറ്റി വയ്ക്കുക, സംഭവം റെഡി. എന്തായാലും 1 hour എടുക്കും മറ്റേ പിള്ളേരുടെ ഫുഡ് റെഡി ആവാൻ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇച്ചിരി ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ള, അത് ഹെൽത്തിയാണ്, പിള്ളേർക്ക് ഹെൽത്തി, നമുക്ക് ഇച്ചിരി കാലറി കുറഞ്ഞ് കഴിക്കണം എന്നുള്ളതുകൊണ്ട് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു ഡിന്നറിന്. അപ്പം ചീരയാട്ടോ പേസ്റ്റ് എല്ലാം നല്ലതായിട്ട് ഇങ്ങനെ അരച്ച്, ഒത്തിരി അരഞ്ഞു പോയിട്ടില്ല, അല്ലാണ്ട് നമുക്ക് ഫ്രോസൺ മേടിക്കാൻ കിട്ടും. അപ്പം അതിൻ്റെ ഒരു 6-7 ഇത് മെൽറ്റ് ചെയ്തിട്ട് ചപ്പാത്തി മാവിലിട്ട് നമ്മളിങ്ങനെ കുഴച്ച് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തി ഇടാൻ പോവാണ്. ബീട്രൂട്ട് ചപ്പാത്തിയാണ് ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ്. അതിന്റെ കളറാണ് മെയിൻ കാരണം. പിന്നെ സ്പിനാച്ചിന്റെ ഇത് ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതുപോലെ അവക്കാടോ അരച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് അതിന്, അത് അടിപൊളിയായിരുന്നല്ലേ ട്രൈ ചെയ്തപ്പം. അവക്കാടോ വെച്ച് ചെയ്യാറുണ്ട്, ക്യാരറ്റ് അരയ്ക്കാറുണ്ട്, അങ്ങനെയൊക്കെ. അതുകൊണ്ട് ചപ്പാത്തി പ്ലെയിൻ ആക്കി കഴിക്കുന്നത് വളരെ റെയറാണ്. ഇങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നോർമൽ ചപ്പാത്തി കഴിച്ച് ബോറടിക്കുന്നവർക്ക് ഇങ്ങനെ വെറൈറ്റീസ് ഒക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നല്ല ഈസി ആയിട്ട് പരത്താനും പറ്റും. വെജിറ്റബിൾ ആഡ് ചെയ്യുന്നുണ്ടാകുന്നുണ്ട്, നന്നായിട്ട് പരത്താൻ പറ്റുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പൊ ചിക്കോ ഫിറ്റ് കപ്പിളിന്റെ പ്രോഗ്രാം ഫോളോ ചെയ്യുന്നുണ്ട്, ലൈറ്റ് ആയിട്ട് കേട്ടോ, നമ്മൾ ഇങ്ങനെ ഹെവി ആയിട്ടൊന്നുമില്ല. ഹെവി വെയിറ്റ് ലോസ് അല്ല നമ്മുടെ പ്ലാൻ, ഒരു ഹെൽത്തി ഡയറ്റ് ഹാബിറ്റ് കൊണ്ടുവരിക എന്നുള്ളത്. എല്ലാം പ്ലേറ്റിംഗ് അവരെ നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ നമുക്കതൊരു 3 മാസമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് അവരെ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഹാബിറ്റ് വരും നാച്ചുറലി. പിന്നെ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ ആ ഒരു ടൈം നമുക്ക് വരും അല്ലെ, ടൈം റൂട്ടീൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ആണെന്നവർക്ക് അറിയാവുന്നത് കൊണ്ട് അങ്ങനെ വെയിറ്റ് ലോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല എന്ന് കരുതി എക്സസ് ആയിട്ട് വെയിറ്റ് കൂടാനുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആഡ് ചെയ്യുന്നുമില്ല. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചായിരുന്നു എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. സംഭവം ഇത് തന്നെയാണ്, കൂടുതലും വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാൻ നോക്കും. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ
ഫൈബർ നല്ലതായിട്ട് എടുക്കുക, പ്രോട്ടീൻ കൂടുതൽ. അപ്പൊ ബ്രസ്റ്റ് ഫീഡിങ് ആയി കഴിയുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പയറ് അല്ലെങ്കിൽ അറിയാലോ എന്തൊക്കെ സംഭവങ്ങളാണെന്നുള്ളത്, അതെല്ലാം മാക്സിമം നന്നായിട്ട് കഴിക്കുക എന്നുള്ള ഇതൊക്കെയാണ്. വാട്ടർ ഇൻടേക്ക് കൂട്ടുക. വാട്ടർ ഇൻടേക്ക് മസ്റ്റ് ആയിട്ടും. അത് അതിൽ നമുക്കൊരു ആപ്പുണ്ട്, ഫിറ്ററി കപ്പിളിന്റെ ആപ്പിനകത്ത് കറക്റ്റ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും. 1 hour കഴിഞ്ഞപ്പം നല്ല ഇതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മേളിൽ കുറച്ച് ചീസ് വെതറും. അയ്യോ, ചീസ് എല്ലാം ഓവനിൽ ചാടി പോവാണല്ലോ. ഇന്നാളെ എന്റെ കൈ പൊള്ളിയതാണ്, ഇപ്പോഴും നല്ല പേടി അതുകൊണ്ട് കാറ്റ് അടിച്ച പോലെ ഇരിപ്പുണ്ട് എന്റെ കയ്യില്. അപ്പൊ ഇനി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. സംഭവം നല്ല സെറ്റ് ആയിട്ടുണ്ട്. ചീസൊക്കെ നല്ല മുകളിൽ മെൽറ്റ് ആയിട്ടുണ്ട്. പാർമെസാൻ ചീസ് ആണ് കുറച്ചുകൂടെ ഹെൽത്തിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു തിക്കായിരിക്കും, നല്ല രസമുണ്ട് അതിന്റെ ടേസ്റ്റ് ഒക്കെ ഫുഡിന്റെ കൂട്ടത്തിൽ പോകുമ്പോൾ. ഇതും കുഴപ്പമില്ല, മസാലയൊക്കെ നമ്മൾ യൂസ് ചെയ്യണമാണല്ലോ. ഈ ഫുഡിന്റെ കൂട്ടത്തിൽ നമ്മൾ റോ സാലഡ് ആയിട്ട് വെച്ചേക്കുന്നത്. ബെൽ പെപ്പറും ക്യാരറ്റും പിന്നെ റെഡ് ഒനിയനും നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്ത് ഇട്ടേക്കുവാണ്. കാരണം ഒരു ഇച്ചിരി കൂളായിട്ട് ക്രഞ്ചി ആയിട്ട് പിള്ളേർക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഈ ഫുഡിന്റെ കൂട്ടത്തിൽ നല്ല അടിപൊളിയായിട്ട് പോകും. അപ്പോൾ നമ്മൾ ഒരു ചിക്കനും അതിൻ്റെ താഴെയുള്ള പാർട്ടും കൂടി ആയിട്ടാണ് നമ്മൾ സെർവ് ചെയ്യണത്. ഇങ്ങനെ ഇരിക്കും അതിൻ്റെ അകം സെറ്റായിട്ട്, നല്ല ക്രീമി ആയിട്ട്. പൊട്ടറ്റോ എല്ലാം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ഫുഡ് റെഡിയായി. ഫുഡ് ഇങ്ങനെ സെർവ് ചെയ്ത് പ്ലേറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് 3 പേർക്കും. ആണോ? എൻ്റെ ചക്കി ഒരു സൈഡായി കൊടുത്തത്. സൈഡായിട്ടെ എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയോ? ചൂടാണോ? ആണോ? ഏതാണ് ബെസ്റ്റ് പാർട്ട്? ഏതാണ്? ആണോ? ചിക്കനും. എന്തായാലും പിള്ളേർക്ക് ഉണ്ടായിക്കോട്ടെ, നല്ല ചിക്കൻ. അതെ അതെ, പിള്ളേർക്ക് ഇഷ്ടപ്പെടും. പിള്ളേർക്കും കേട്ടോ, പിള്ളേർക്ക് നമുക്കും ഇഷ്ടപ്പെടും. മോനെ വലത് കയ്യിൽ ഇത് പിടിച്ച നൈഫ് പിടിച്ചപ്പോ ഓക്കെ. എങ്ങനെയുണ്ട്? നല്ലതാണ്. അപ്പം നമ്മുടെ ഡിന്നർ 6:30 ആയപ്പോഴേക്കും നമ്മൾ കഴിച്ചു അല്ലേ? ഇജാൻ കഴിക്കുന്നു ഇപ്പം? അതേ നമ്മുടെ ചപ്പാത്തിയാണോ കഴിക്കുന്നത്? ചപ്പാത്തി മീൻകറി. അതെ, ചപ്പാത്തി മീൻകറിയും കുറച്ച് കഴിയുമ്പം കൂടെ സാലഡും. നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആകെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ട സംഭവം, ആ മസ്റ്റർഡിന്റെ പേസ്റ്റ് ഈ ക്രീം സെറ്റ് ചെയ്യുമ്പോൾ അതിലോട്ട് നമ്മൾ ഇടാൻ ഓർക്കണം. ഒരു കുറച്ചുകൂടെ ഉപ്പ് കൂടെ ആഡ് ചെയ്യണമായിരുന്നു. അതായത് പൊട്ടറ്റോയുടെ ലെവലിൽ ഉപ്പ് ഒരു കുറച്ചുകൂടെ ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ മൾട്ടിവിറ്റമിൻ പിള്ളേർക്ക് കൊടുക്കാറുണ്ട്. വിന്ററിൽ വൈറ്റമിൻ ഡി ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സമ്മറായി കഴിയുമ്പോൾ നമ്മൾ ഇവർ ഫുഡ് കഴിക്കുന്നതനുസരിച്ച് ഡെയിലി ചിലപ്പോൾ, അതായത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഏറെക്കുറെ അറിയാലോ. നല്ലതായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കൊടുക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ എങ്ങനെ പോയാലും ഒരു 2-3 തവണയൊക്കെ നമ്മൾ കൊടുക്കും. അങ്ങനെയൊന്നുമില്ല. എല്ലാം എടുക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ അതായത് ഇപ്പൊ ഞാൻ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇതായതുകൊണ്ടും പിന്നെ നമ്മള് 30 above ആവുമ്പോഴേക്കും കാൽഷ്യമിന്റേക്ക് നല്ലതായിട്ട് ഫോക്കസ് ചെയ്യണം. അപ്പൊ പാല് കുടിച്ചാൽ പാലൊന്നും അങ്ങനെ കുടിക്കുന്നില്ല, ചീസ് കഴിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കാൽഷ്യം എടുക്കും. എനിക്കത് രണ്ടും ഇഷ്ടമാണ്. മുട്ടയൊക്കെ കഴിക്കും, അതുകൊണ്ട് വല്ലപ്പോഴും. പക്ഷെ ഇപ്പൊ ബ്രസ്റ്റ് ഫീഡിങ് ആയതുകൊണ്ട് എക്സ്ട്രാ കാൽഷ്യം എടുക്കുന്നുണ്ട്. ഫുഡ് ഇഷ്ടമായോ? അപ്പൊ എല്ലാരോടും പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അല്ലേ? ബൈ.